പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 32 സങ്കീർത്തനം 1 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഈ സങ്കീർത്തനത്തിൽ പാപക്ഷമ ലഭിച്ച ഒരുവന്റെ ഭാഗ്യ അവസ്ഥയാണ് ദാവീദ് വർണ്ണിക്കുന്നത്. ഇതിൽ നിന്നും 2 ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്യത്തിൽ 2 പദങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 1 ലംഘനം, 2 പാപം. എന്താണ് ലംഘനം? ഇട്ടിരിക്കുന്ന അതിര് അതിക്രമിച്ചു കടക്കുന്നതിനെയാണ് ലംഘനം എന്ന് പറയുന്നത്. ദൈവം ചില അതിരുകളും അതിർത്തികളും നമുക്ക് വെച്ചിട്ടുണ്ട്. അതൊരിക്കലും ലംഘിച്ചുകൂടാത്തതുമാണ്. എന്നാൽ നാം അറിഞ്ഞും അറിയാതെയും ചില സമയത്ത് ആ അതിരുകൾ ലംഘിക്കുമ്പോൾ അത് ലംഘനമായി തീരുന്നു. എന്താണ് പാപം? ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുന്ന ഏതൊരു പ്രവൃത്തിയും അത് പാപമാണ്. ഈ ലംഘനവും പാപവും ചെയ്തതായിരിക്കുന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്നും ക്ഷമ ലഭിച്ചപ്പോൾ അവനുണ്ടായതായിരിക്കുന്ന അനുഗ്രഹവും അവൻ്റെ ഉള്ളിലെ സന്തോഷം, അവൻ്റെ ആ ഭാഗ്യാവസ്ഥ, ഇതാണ് ഇവിടുത്തെ ചിന്ത. 2 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 1, യഥാർത്ഥ പാപക്ഷമയാണ് നമ്മുടെ യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ത് എന്ന് ചോദിച്ചാൽ പലരും പറയും, ഞാൻ നേടിയെടുത്ത വിജയങ്ങളും ഞാൻ സമ്പാദിച്ച സമ്പത്തും ആർജിച്ചെടുത്തതുമായിരിക്കുന്ന പദവികളും ഉയർച്ചകളും ഒക്കെയാണ് എന്ന്. എന്നാൽ ഭക്തനായ ദാവീദ് പറയുന്നു, ഇതൊന്നുമല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ അവൻ ലജ്ജാപൂർണനായി തീരുവാനും ദൈവത്തിൽ നിന്ന് അകന്നു മാറുവാനും കാരണമാകുന്ന പാപത്തിന് യഥാർത്ഥമായ ക്ഷമ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. 2 നാം ഇങ്ങനെ കാണുന്നു: നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്ന ദൈവമാണ് എന്ന്. നമ്മുടെ ലംഘനങ്ങളെ നാം മറച്ചു വെച്ചാൽ നമുക്ക് ശുഭതയുണ്ടാകുകയില്ല. എന്നാൽ ഏറ്റുപറഞ്ഞാൽ നമുക്ക് കരുണ ലഭിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. 1 യോഹന്നാൻ 1:9 ഇങ്ങനെ നാം കാണുന്നു: നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് വിശ്വസ്തനും നീതിമാനുമാണ് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്നും നമുക്ക് യഥാർത്ഥമായ പാപക്ഷമ പ്രാപിച്ച് യഥാർത്ഥമായ അനുഗ്രഹം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.